മെറ്റാ ആഡ്സിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മെറ്റാ ആഡ്സിൻ്റെ ലീഡ് ജനറേഷൻ ക്യാമ്പയിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, വീഡിയോസ് കുറച്ചും കൂടി ലെങ്തി ആക്കണം എന്നുള്ളത്. ആക്ച്വലി നമ്മൾ മനഃപൂർവ്വം ആക്കാതിരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ കൂടുതലും നമ്മൾ ബിഗിനേഴ്സിനും കൂടെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്യാച്ച് ചെയ്യാനും ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാനും ഏറ്റവും ബെറ്റർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. എനിവേ, ആ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ചും കൂടി ലെങ്തി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, അതായത് ന്യൂ ലീഡ് ആഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മേ ബി ഈ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ട്രയൽ ചെയ്യുകയാണ് ഇപ്പോൾ ആക്ച്വലി. അപ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു പേജ് എത്തുന്ന സമയത്ത് ഒരു എന്താ പറയുക, പേയ്മെൻറ്റ് ക്രെഡൻഷ്യലൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഏത് കാർഡ് വെച്ചിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്, പേയ്മെൻറ്റ് മെത്തേഡ് എന്താണ് എന്നുള്ളതൊക്കെ അവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻ കേസ് ആക്ച്വലി നമ്മളൊരു പ്രൊഫഷണലി ചെയ്യുന്ന ഒരു കാര്യമല്ല, മീൻസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്തിട്ട് മെയിൻ പേജിലേക്ക് വന്നതിന് ശേഷം ഡയറക്റ്റ്ലി നമ്മുടെ ലീഡ് ആഡ്സിൽ ഏതാണോ ആഡ് നമ്മൾ കൊടുക്കുന്നത്, മീൻസ് അതിൻ്റെ ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന പോർഷനിലേക്ക് ഡയറക്റ്റ്ലി പോവാം. സോ നമ്മൾ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത്, അതായത് പേയ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് ആ ഒരു പേജ് ക്ലോസ് ചെയ്യുക. ദെൻ നമ്മൾ ഡയറക്റ്റ്ലി ഈ ഒരു പേജിലേക്ക് വന്നു. അത് ക്യാമ്പയിനിൽ ആഡ് സെറ്റിൽ നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം അത് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലീഡ് ആഡിൻ്റെ ആ ഒരു പോർഷനാണിത്. അതിൽ നമ്മൾ എഡിറ്റ് കൊടുക്കുക, എന്നിട്ട് നെയിം പ്രൊവൈഡ് ചെയ്യുക. അത് എന്ത് നെയിമാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പേര്, ഒരു ഫോർമാറ്റ് നമുക്ക് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് ആഡ്സ് നമ്മൾ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള പ്രയാസം വരാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോർമാറ്റ് വെക്കുക, അതായത് ഏത് ഫോർമാറ്റിലാണ് നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കെറോസിലാണെങ്കിൽ കെറോസിൽ, ഇമേജ് ആണെങ്കിൽ ഇമേജ്, വീഡിയോ ആണെങ്കിൽ വീഡിയോ എന്നുള്ളൊരു ഫോർമാറ്റ് വെക്കുക. ഏത് ലാംഗ്വേജിലാണ് ചെയ്യുന്നത്, ഏത് ഡേറ്റിലാണ് ചെയ്യുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ ഏതാണ്, അതായത് സ്റ്റാർട്ട് ഡേറ്റ് അതുപോലെ തന്നെ എൻഡ് ഡേറ്റ്, ഇത് രണ്ടും കൊടുക്കാം. ഈവൻ മൾട്ടിപ്പിൾ എന്താ പറയുക, ടെറിട്ടറിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യാൻ നമുക്ക് പറ്റും. ഏത് കൺട്രിയാണ് പേര് നമുക്കവിടെ മെൻഷൻ ചെയ്യാം. സോ ബേസിക്കലി നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിൻടാക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ എല്ലാ ആഡ്സിനും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ സിൻടാക്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുക, ഫോർമാറ്റ് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് വേണ്ടത് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റീവ്സാണ്. ഏത് തരത്തിലുള്ള ക്രിയേറ്റീവാണ് നമ്മളടുത്തുള്ളത് എന്നുള്ളത്. അതായത് പോസ്റ്റർ ആണെങ്കിൽ പോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ കെറോസൽസ് ആണെങ്കിൽ കെറോസൽ. ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഈ ക്രിയേറ്റീവ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 3 ടൈപ്പിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇമേജസ് ആവാം, വീഡിയോസ് ആവാം, അതുപോലെ തന്നെ കെറോസൽസ്. ഇത് ഏതും ആയിക്കോട്ടെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. ആ ഒരു കണ്ടന്റിൽ ആളുകളെ ഡ്രാഗ് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ക്ലിക്ക് ബൈറ്റ് തോന്നുന്ന ഒരു സാധനം ഈ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിൽ കൂടുതൽ എന്താ പറയുക, ബ്രൗസ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ സർവീസ് എന്താണ് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ നമ്മളെ മീൻസ് ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണോ ആഡ് ചെയ്തിട്ടുള്ളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള ക്രിയേറ്റീവ്സ് ആയിരിക്കണം വെക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം UGC, അതായത് യൂസർ ജനറേറ്റഡ് കോണ്ടൻറ്റ്സ് എന്ന് പറയും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. മീൻസ് ഈ ഒരു ജനറേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സാധനമാണ്. അതായത് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ കോണ്ടൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് അവരോട് കൊളാബ് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആഡ് കൊടുക്കുന്ന സമയത്ത് ഇതിപ്പം ഫേസ്ബുക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെ ആയിക്കോട്ടെ, കുറച്ചും കൂടെ ഒന്ന് ആളുകൾക്ക് ക്യാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ജെനുവിനിറ്റി ഫീൽ ചെയ്യുക, ഹ്യൂമൻ ടു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ. ഡയറക്റ്റ്ലി അത് യൂസ് ചെയ്യുന്ന അയാൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയണം. ഡയറക്റ്റ്ലി ഒരു
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ ടു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ജെനുവിനിറ്റി ആ പ്രൊഡക്റ്റിലും അതുപോലെ തന്നെ ആ കമ്പനിയിലും നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി അട്രാക്ഷൻ വരും. നോർമലി ഈ ഒരു ഫോട്ടോ നമ്മൾ കാണുന്നതും ഒരാൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും കൂടുതൽ ഏതാണ് അട്രാക്റ്റീവ് ആവുക, ഏതാണ് കുറച്ചും കൂടി ഒരു എന്താ പറയുക അത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് കൂടുതൽ അതിനെപ്പറ്റി അറിയാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടലാണെന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിനെ പറ്റി കൂടുതൽ അറിയാനും അവിടെ പോകാനൊക്കെ ആളുകൾക്ക് താല്പര്യം വരിക വേറൊരാളിത് പറഞ്ഞ് കേൾക്കുമ്പോഴാണ്. സോ അത്തരത്തിലുള്ള കണ്ടൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ യൂസ് ചെയ്യുക, കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് എന്താണ് നമ്മുടെ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ബ്രാൻഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ഇവരുമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ആ ഒരു പാർട്ണർഷിപ്പ് ലാബിൽ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ അവിടെ ഓൺ ചെയ്ത് വെക്കുന്നത്. അതായത് കൊളാബറേഷൻ ആണ് എന്നുള്ള രീതിയിലുള്ളൊരു ലാബിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഷെയർഡ് വിത്ത് സംവൺ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇന്ന ആളോട് എന്ത് ചെയ്യാണ് മീൻസ് ഇന്ന ആളുമായിട്ട് ഈ ഒരു എന്താണ് ആഡ് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്ഷനാണ് അവിടെ കാണാൻ പറ്റുന്നത്. അതായത് എൻ്റർ പാർട്ട്ണർഷിപ്പ് ആഡ് കോഡ് പോസ്റ്റ് ID ഓർ പോസ്റ്റ് URL എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ആ ഒരു ക്രിയേറ്റീവ് അവരുടെ ഏത് ആളുമായിട്ടാണോ നമ്മളത് എന്ത് ചെയ്യുന്നത് കൊളാബറേറ്റ് ചെയ്യുന്നത് അയാൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടൻറ്റിൻ്റെ URL അല്ലെങ്കിൽ പോസ്റ്റ് ID തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് കാണാം പാർട്ട്ണർഷിപ്പ് ലാബിൽ ആൻഡ് ആഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ആഡ് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഗെറ്റ് പെർമിഷൻ ആഡ് കോഡ് എന്ന് പറയും. അത് ഓണാക്കി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ആ ആഡ് കോഡ് കാണാൻ പറ്റും. സോ അത് നമ്മൾ കോപ്പി ചെയ്യുന്നു, അത് എന്നിട്ട് ഈ ഒരു ഏരിയയിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് ആഡ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്നത്. ഇത് നമ്മൾ ഏത് പേജിലാണ് ആഡ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഐഡൻറ്റിറ്റി നമ്മൾ ഏത് പേജാണ് എന്നുള്ളതൊന്നും കൂടി അവിടെ കൺഫേം ചെയ്യുക. ഏത് ഫേസ്ബുക്ക് പേജാണ് എന്നുള്ളത് അവിടെ കൺഫേം ചെയ്യുക. ദെൻ അതിന് താഴെ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും. ഇനി ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഫേസ്ബുക്ക് പേജ് ഇല്ലാതെ നമുക്കൊരു ആഡ് റൺ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആഡ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം അവിടെ ഓർത്ത് വെക്കാം. ദെൻ ആഡ് സെറ്റപ്പ്, ഇതിൽ നമുക്ക് ആഡ് ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതിൽ 3 ഓപ്ഷൻസ് ഉള്ളത്. ക്രിയേറ്റ് ആഡ്സ്, യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ്, യൂസ് ക്രിയേറ്റീവ് ഹബ് മോക്കപ്സ്. അതായത് ക്രിയേറ്റ് ആഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ളൊരു കോണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിൽ. ദെൻ ഇത് നമ്മുടെ പേജിലോ മറ്റേ നമ്മുടെ ഒരു തരത്തിലുള്ള അക്കൗണ്ടിലോ എവിടെയും അവൈലബിൾ അല്ല. നമ്മൾ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഈ ആഡിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടൻറ്റ്സ് ആണ്. സോ അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ്. നമ്മുടെ പേജിൽ ഓൾറെഡി ഉള്ള ഒരു പോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ആഡിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ പേജിലുള്ള ഈ ഒരു പോസ്റ്റിന് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ പേജിലുണ്ട്. പക്ഷേ അത് ആഡായിട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നീട് അതിൽ യാതൊരു തരത്തിലുള്ള എഡിറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ദെൻ യൂസ് ക്രിയേറ്റീവ് ഹബ് മോക്കപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അതായത് നമ്മുടെ ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ സ്യൂട്ടിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ക്രിയേറ്റീവ് ഹബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ആഡുകൾ അല്ലെങ്കിൽ കോണ്ടൻറ്റ്സ് ഇതിൽ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ അതിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ ക്രിയേറ്റീവ് ഹബ് മോക്കപ്പ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അത് ക്രിയേറ്റ് മീൻസ് സെലക്ട് ചെയ്തു. അതിന് ശേഷം താഴെയുള്ളത് ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ആഡ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 2 ഓപ്ഷൻസ് ആണുള്ളത്. സിംഗിൾ ഇമേജ് ഓർ സിംഗിൾ വീഡിയോ, അതുപോലെ തന്നെ കെറൗസൽസ്. ഈ 2 ഓപ്ഷനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിലേതാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ കെറൗസലിൽ പറയുന്ന സമയത്ത് അതിൽ നമുക്ക് മിനിമം 2 ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ആണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുക. അതുപോലെ തന്നെ മാക്സിമം അപ് ടു 10 വരെ നമുക്കതിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ അതിൻ്റെ താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, മൾട്ടി അഡ്വർടൈസ്ഡ് ആഡ്സ്. യൂഷ്വലി ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. അതായത് നമ്മളിപ്പോൾ ഒരു ആഡ് റൺ ചെയ്യുകയാണ്, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആഡ് റൺ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂസർ ഈ ഒരു മീൻസ് ഫേസ്ബുക്കിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അയാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്
അതിന് താഴെ സജഷനായിട്ട് മേ ബി നമ്മുടെ ആഡും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് എന്ത് മൾട്ടി അഡ്വർടൈസർ ആഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ആഡിന് വേണ്ടിയിട്ട് ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് സെയിം പ്രോഡക്റ്റ് നമ്മളും അഡ്വർടൈസ് ചെയ്യുമ്പോൾ അത് ഈ ഒരു ഏരിയയിൽ അവരുടെ ആഡിന് താഴെയായിട്ട് നമ്മുടെ ആഡും കൂടി അവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ മൾട്ടി അഡ്വർടൈസർ ആഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ അടുത്തതായിട്ട് ആഡ് ക്രിയേറ്റീവ് സെലക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സെലക്ട് ദ മീഡിയ ആൻഡ് ടെക്സ്റ്റ് ഫോർ യുവർ ആഡ്സ്. ഇതാണ്, അതായത് നമ്മൾ ഒരു ആഡിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് കറക്റ്റ് കൊടുക്കുകയാണ്. അതിൽ നമ്മുടെ മീഡിയ എന്താണ്, അത് ഏത് ഫയലാണ് നമ്മൾ കൊടുക്കുന്നത്. പോസ്റ്റർ ആണെങ്കിൽ പോസ്റ്റർ, വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ്, കെറോസൽസ് ആണെങ്കിൽ കെറോസൽസ്, അത് ആഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണിത്. അതാണ് ഫസ്റ്റ് ആ മീഡിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ അതാണുള്ളത്. പിന്നെ അതിന് താഴെ പ്രൈമറി ടെക്സ്റ്റ്, നമ്മൾ എന്താണ് അതിനൊരു ടെക്സ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈൻസ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഹെഡ്ലൈൻസ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം. നമ്മൾ നോർമലി ഇതിൽ നമ്മൾ ഒരു പോസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ എന്താ പറയുക, പോസ്റ്റിന് താഴെ ഫോട്ടോയ്ക്ക് താഴെ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഹെഡ്ലൈൻസ്, പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിന് താഴെ കോൾ ടു ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ ഉണ്ട്. അതായത് ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് ആളുകൾക്ക്, അത് യൂസറിന് ഡയറക്റ്റ്ലി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. കോൾ ടു ആക്ഷൻസ് പല രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർട്ടിക്കുലർ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു പേജിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ പല തരത്തിലുള്ള കോൾ ടു ആക്ഷൻ ഓപ്ഷൻസ് നമുക്കതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് അതിൽ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ്, ഗെറ്റ് ഓഫേഴ്സ്, ഗെറ്റ് കോട്ട്, അതുപോലെ തന്നെ ബുക്ക് നൗ, അപ്ലൈ നൗ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കതിൽ അവൈലബിൾ ആണ്. ദെൻ നമ്മൾ മീഡിയയിലേക്ക് വരുന്ന സമയത്ത്, ഇനിയിപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റീവ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് അതിൽ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരാൾ സ്റ്റാർട്ടിങ്ങിലാണ്, മീൻസ് ഒരു എന്താണ് ഫ്രം സ്ക്രാപ്പാണ് നമ്മളൊരു ആഡ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, മേ ബി ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ഒരു ആഡ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് കണ്ടൻറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്, അങ്ങനെ അത്തരത്തിലുള്ളൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നൊരു ഏരിയയാണ് ഫേസ്ബുക്ക് ലൈബ്രറി എന്ന് പറയുന്നത്, ഫേസ്ബുക്ക് ആഡ് ലൈബ്രറി എന്ന് പറയുന്നത്. ഈ ആഡ് ലൈബ്രറിയിൽ പോകുന്ന സമയത്ത് നമ്മുടെ സെയിം ഫീൽഡിൽ, മീൻസ് നമ്മുടെ സെയിം സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് നമുക്കുണ്ട്. അപ്പം അവർ ഏതൊക്കെ തരത്തിലുള്ള ആഡ്സ് ആണ് റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ആഡ് റൺ ചെയ്യുന്നത്, അവർ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്താണ്, അത്തരത്തിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതായത് ഏത് പീരീഡിലാണ് അവർ, ഏതൊക്കെ പീരീഡിലേക്കാണ് അവർ ആഡ് റൺ ചെയ്യുന്നത്, എന്താണ് അവരുടെ പ്രോഡക്റ്റ്, അവരെങ്ങനെയാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, അവർ കെറോസലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വീഡിയോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിലേക്ക് അവർ ഈ ഒരു ആഡ് കൊടുത്തിട്ടുണ്ട്, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, പിന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ഏതൊക്കെ ഫീൽഡിലാണ്, മീൻസ് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് അവർ ആഡ് കൊടുത്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള എന്താ പറയുക ഒരു സമ്മറി നമുക്ക് അതിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് ഏത് ടൈപ്പുള്ള ആഡാണ്, ഏത് ഫോർമാറ്റിലുള്ള ആഡാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കി തരാൻ സാധ്യത ഉള്ളത് എന്നുള്ള ഒരു സമ്മറി നമുക്ക് അതിൽ നിന്ന് കിട്ടും. എത്രത്തോളം ഇവർക്ക് എന്താ പറയുക ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ആഡ് വെച്ചിട്ട് കിട്ടുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരു ആഡ് ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത് വെച്ചിട്ട് ഒരു ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, നമ്മൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം, ഏതൊക്കെ വേരിയേഷൻസ് ഉണ്ട്, എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആഡ് ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റെഫറൻസസ് എടുക്കുക, അതായത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ റെഫറൻസ് എടുക്കുക എന്നുള്ളതാണ് മെയിൻ പോയിന്റ് ഇവിടെ. അപ്പോൾ ഏതൊക്കെയാണ് ട്രെൻഡ്സ്, അവരെന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, മേ ബി അതിലൊരു കോണ്ടന്റ് പില്ലേഴ്സ് പലതരത്തിലുള്ളതുണ്ട്, അതായത് USPs ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽസ്, അങ്ങനത്തെ പലതരത്തിലുള്ള കോണ്ടൻറ്റ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ UGC, അതായത് യൂസർ ജനറേറ്റഡ് കോണ്ടൻറ്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ആഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് ഈ ഒരു ആഡ് ലൈബ്രറിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ ആഡിൽ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യിക്കുക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സെയിം സാധനം കോപ്പി കാറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. റെഫറൻസ് എടുക്കാം, അതിൽ നിന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ആഡ് നമുക്ക് എന്ത് ചെയ്യുക,
ക്രിയേറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പോസ്റ്റർ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ആയിക്കോട്ടെ, കെറോസൽ ആയിക്കോട്ടെ, ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആളുകളെ ഹുക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കണ്ടൻറ്റാണ് നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആളുകളുടെ കണ്ണിൽ പെടുന്നത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ ആയിരിക്കാം. സോ ആ ഫോട്ടോ കൊടുക്കുമ്പോൾ അതിൽ ആളുകളെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എലിമെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു വേറൊരു ടേമും കൂടി പറയാം, സ്ക്രോൾ സ്റ്റോപ്പിംഗ് എലമെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആളുകൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഫോട്ടോ കണ്ടു, അപ്പോൾ അതിൽ ഒരു ഹുക്ക് കിട്ടിയിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാൾ സ്ക്രോളിങ് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ആൾ അതിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫുഡിൻ്റെ മീൻസ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആഡാണ് കൊടുക്കുന്നത്. അപ്പം ഇവർ കൊടുക്കുന്ന ഫോട്ടോയിൽ, ഇമേജിൽ ഒരുപാട് ഫുഡിൻ്റെ ഫോട്ടോസ് കൊടുക്കുന്നു, ഒരുപാട് ടെക്സ്റ്റ് കൊടുക്കുന്നു, ലോഗോ കൊടുക്കുന്നു, കോൺടാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നു, QR കോഡ് കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു പോസ്റ്റും നേരെ വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് മാത്രം ഉൾക്കൊള്ളിക്കുന്ന ഒരു ഇമേജാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. നേരെ അതിനേക്കാളും ഒന്നും കൂടി അട്രാക്റ്റീവ് ആകുന്നത് ഹ്യൂമൻ എലമെൻറ്റും കൂടി അതിൽ വരുന്ന സമയത്താണ്. അപ്പോൾ ഒരു യൂസർ, ആരെങ്കിലും ഒരാൾ ഇപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ബർഗർ കഴിക്കുന്ന ഒരു ഫോട്ടോ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഓഫറിൻ്റെ എലമെൻറ്റ്, മീൻസ് ഇത്ര % ഓഫർ, അതുപോലെ തന്നെ അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ ക്രിസ്പി ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. ആളുകൾ അതിൽ ഒന്നും കൂടി ഹുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇമേജസ് കൊടുക്കാം, അതുപോലെ തന്നെ പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഹെഡ്ലൈൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കോൾ ടു ആക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ. ഇത്രയും നമ്മളൊരു ആഡിൻ്റെ ക്രിയേറ്റീവ് കൊടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഇമേജ് അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുമ്പോൾ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് ഒരു ബാഡ് ഓപ്ഷനാണ്. സെപ്പറേറ്റ്ലി നമുക്ക് അതിനുള്ള ഓൾറെഡി ഒരു ഓപ്ഷൻ വരുന്നു. അതിന് പുറമേ നമ്മൾ ഈ വീഡിയോയിലും കൂടെ അല്ലെങ്കിൽ ഈ ഇമേജിലും കൂടെ ഇത്തരം കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പീറ്റേഷൻ വരികയാണ്. ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത്രയും ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബെറ്റർ. ഉദാഹരണത്തിന് ലോഗോ, അതുപോലെ തന്നെ ബ്രാൻഡ് നെയിം, ഇതും നമ്മൾ ഈ ഫോട്ടോയിൽ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഈ ഒരു ആഡ് ഡിസ്പ്ലേ ആകുന്ന പേജ് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരും നമ്മുടെ ലോഗോയും നമ്മുടെ എന്താ പറയുക ബ്രാൻഡ് നെയിമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ഓൾറെഡി അവിടെ ഉണ്ട്. അതിന് പുറമെ ഇതിലും കൂടെ അത് വരുമ്പോൾ റിപ്പീറ്റേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെഡ്ലൈൻസ് കൊടുക്കുന്നത്, അത് നമുക്ക് പ്രൈമറി ടെക്സ്റ്റ് അതുപോലെ തന്നെ ഹെഡ്ലൈൻ കൊടുക്കാൻ ഏരിയ ഉണ്ട്. ഈ സെയിം സാധനം നമ്മൾ ഇമേജിൽ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ റിപ്പീറ്റേഷൻ നമ്മൾ മാക്സിമം ഒഴിവാക്കുക, നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻസ്, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇമേജിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക വീഡിയോയുടെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് കുറച്ചും കൂടി റെക്കമെൻഡഡ് ആയിട്ടുള്ളത് വെർട്ടിക്കൽ ആസ്പെക്റ്റിലുള്ള ഒരു റേഷ്യോ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ റീൽസൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൻ്റെ ഒരു റേഷ്യോ വരുന്ന, മൊബൈൽ സ്ക്രീനിൻ്റെ റേഷ്യോ വരുന്ന ഒരു എന്താ പറയുക ആസ്പെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടി ബെറ്റർ. ആളുകൾക്ക് കുറച്ചും കൂടി കാണാനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അറ്റൻഷൻ കിട്ടാനൊക്കെ ഉള്ളൊരു സാധ്യത അതിനാണ് കൂടുതൽ. അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ്, ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതൊരു മോഷൻ ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ ആളുകൾക്ക് അറ്റൻഷൻ കിട്ടുന്നത് കുറച്ചും കൂടി വോയിസ് ഓവർ ഉള്ളതായിരിക്കും. അത് നമ്മുടെ ആളുകളുടെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും അതിനേക്കാളും ഒന്നും കൂടെ അട്രാക്റ്റീവ് ആകുന്നത്, അല്ലെങ്കിൽ ആളുകൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവുന്നത്, ഹുക്ക് കിട്ടുന്നത് ഹ്യൂമൻ എലമെൻസ് ഉള്ള, അതായത് ഡയറക്റ്റ്ലി ഇപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഫേസ് അവിടെ കാണുന്നുണ്ട്, എൻ്റെ വോയിസും കേൾക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്രോഡക്റ്റും കൂടെ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ പറ്റിയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത് അല്ലെങ്കിൽ ആളുകൾ ക്യാച്ച് ചെയ്യുക അത്തരത്തിലുള്ള കണ്ടൻറ്റുകളായിരിക്കും. സോ അത് കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു ക്രിയേറ്റീവ് ആഡ് കൊടുക്കുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് നമ്മൾ ആഡിൽ ഉൾക്കൊള്ളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സജഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാര്യമായിട്ടൊന്ന് അതിൽ വർക്കൗട്ട് ചെയ്ത് ശ്രദ്ധിക്കുക.
ഇനി ബാക്കി ഏരിയാസ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നും കൂടി സ്റ്റാർട്ടിങ് ടു എൻഡ് ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ബൈ ടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.